സംഘർഷവും അനീതിയും മൂലം തകർന്നു എന്നൊരു രാജ്യത്ത് ഒരു വ്യക്തി നിലവിലെ അവസ്ഥയെ വെല്ലുവിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരുപാട് എതിർപ്പുകളും വധഭീഷണിയും പ്രശ്നങ്ങളൊക്കെ നേരിട്ട ആ മനുഷ്യൻ കെൻറ്റുക്കിയിലെ ഒരു ചെറിയ കുടിലിൽ നിന്ന് തുടങ്ങി ആഭ്യന്തര യുദ്ധകാലത്തെ നേതൃത്വം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ആശ്ചര്യം നിറഞ്ഞതായിരുന്നു. വളരെ എളിമയുള്ള ആ മനുഷ്യൻ പിന്നീട് അമേരിക്കയുടെ വലിയൊരു നേതാവായി ഉയർന്നു വന്നു. സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും മനുഷ്യാത്മാവിന്റെയും ചാമ്പ്യനായിരുന്ന എബ്രഹാം ലിങ്കന്റെ കഥയാണിത്. കെൻറ്റുക്കിയിലെ ഒരു ചെറിയ കുടിലിൽ നിന്ന് തുടങ്ങി അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ഒരു അതുല്യമായ ജീവിത കഥയാണ് എബ്രഹാം ലിങ്കന്റേത്. അടിമ വിവേചനത്തിനെതിരെയും മനുഷ്യ സമത്വത്തിനു വേണ്ടിയും പോരാടി സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ച ഒരു യുഗപുരുഷൻ. ഇലക്ഷനിൽ ഒരുപാട് തവണ മത്സരിച്ചിട്ടും ഒരുപാട് തവണ തോറ്റുപോയിട്ടും ലോകത്തെ വളരെയധികം പ്രചോദിപ്പിച്ച തോൽവി വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന് പഠിപ്പിച്ച ആ മഹാന്റെ ജീവിതകഥയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 1880 തോമസ് ലിങ്കന്റെയും നാൻസി ഹാങ്സിന്റെയും പുത്രനായ എബ്രഹാം ലിങ്കൺ കെൻറ്റുക്കിയിലെ ഒരു ചെറിയ കുടിലിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കർഷകനും മരപ്പണിക്കാരനും ആയിരുന്നു. വളരെ ചെറിയൊരു കുടിലിലാണ് ലിങ്കന്റെ കുടുംബം താമസിച്ചിരുന്നത്. തന്റെ ബാല്യകാലത്ത് തന്നെ ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യവും എബ്രഹാം ലിങ്കൺ അനുഭവിച്ചിരുന്നു. എബ്രഹാം ലിങ്കണിന് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു യുഎസിലെ മറ്റൊരു സ്റ്റേറ്റായ ഇൻഡ്യാനയിലേക്ക് തന്റെ കുടുംബം താമസം മാറുന്നത്. കൃഷിയെ ആശ്രയിച്ചായിരുന്നു തന്റെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ദാരിദ്ര്യം കുടുംബം നേരിട്ടിരുന്നു. 1818 മിൽ സിക്നസ് എന്നൊരു രോഗം ബാധിച്ച് എബ്രഹാം ലിങ്കന്റെ അമ്മ മരണപ്പെടുകയുണ്ടായി. പിന്നീട് 1819 ലിങ്കന്റെ അച്ഛൻ സാറ എന്ന വിധവ സ്ത്രീയെ കല്യാണം കഴിച്ചു. ഇവർക്ക് 3 കുട്ടികളും ഉണ്ടായിരുന്നു. 1828 ലിങ്കന്റെ സഹോദരി സാറ മരണപ്പെടുകയുണ്ടായി. ലിങ്കന്റെ ഇളയ സഹോദരൻ തോമസ് ജൂനിയർ 3 ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ മുന്നേ മരണപ്പെട്ടിരുന്നു. എബ്രഹാം ലിങ്കന്റെ ഔദ്യോഗിക വിദ്യാഭ്യാസം വളരെ പരിമിതമായിരുന്നു. വെറും 18 മാസം മാത്രമായിരുന്നു അദ്ദേഹം സ്കൂളിൽ പോയത്. എഴുത്ത്, വായന എന്നിങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചു. സ്വന്തമായിട്ട് തന്നെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു ലിങ്കണ്. ഇതിനായി അദ്ദേഹം നിരവധി പുസ്തകങ്ങളും വായിക്കുവാൻ തുടങ്ങി. വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം തന്റെ അച്ഛനെ കൃഷിയിൽ സഹായിച്ചിരുന്നു. 1830 ന്യൂസലം എന്ന സ്ഥലത്തേക്ക് മാറി അവിടെ ക്ലർക്കായി ജോലി ചെയ്തു. പിന്നീട് ആ ചെറു പട്ടണത്തിൽ തന്നെ പോസ്റ്റ് മാസ്റ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. എബ്രഹാം ലിങ്കന്റെ ബാല്യം വളരെ ദുരിതപൂർണമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുവാൻ പോലും അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നു. എന്നിരുന്നാലും വായനയോടും പഠനത്തോടുള്ള തന്റെ അതിയായ താല്പര്യവും ഇഷ്ടവും പിന്നീട് ഭാവിയിൽ അമേരിക്കയിലെ വലിയൊരു നേതാവായി ഉയർന്നു വരാൻ അദ്ദേഹത്തെ സഹായിച്ചു. 1830 തന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന തീരുമാനം അദ്ദേഹം എടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു വക്കീലാകുവാൻ തീരുമാനിച്ചു. ഇതിനായി അദ്ദേഹം സ്പ്രിംഗ്ഫീൽഡ് എന്ന സ്ഥലത്തേക്ക് വണ്ടി കയറി. വളരെ സുപ്രധാനമായിരുന്ന ഒരു തീരുമാനമായിരുന്നു ആ ഒരു സ്ഥലം മാറ്റം. പിന്നീട് എബ്രഹാം ലിങ്കൺ തന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുവാൻ തുടങ്ങി. അത്യുജ്വലമായ എബ്രഹാം ലിങ്കന്റെ ജീവിതകഥയുടെ 1ാം ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോ പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രം നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസും മിസ്സാവാതെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ തീർച്ചയായും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി.